വിശ്വാസം ഇത് കുടുംബപരമായ ഒരു ആചാരമാണ്. അത് എത്രയോ വിശ്വാസികൾ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഞാനും ചെയ്തു. പലരും അതിന് താഴെ ചെയ്തിട്ടുണ്ട്, അതിന് മേലെ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ ചെയ്തു. അതിൻ്റെ കണക്കെടുക്കാൻ നടക്കാതെ പോയി കരുവന്നൂരും അതുപോലെ കേരളത്തിലെ നൂറുകണക്കിന് ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് പാവങ്ങളുടെ ചോരയ്ക്കും ജീവനും ഉത്തരം പറയുന്ന കണക്കെടുപ്പ് പോയി നടത്ത്. അതാണ് വേണ്ടത്. നമസ്കാരം. തൻ്റെ മകളുടെ കല്യാണത്തിന് മുമ്പായി ജനുവരി 15-ാം തീയതിയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ ഒരു സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. ഈ സ്വർണ്ണക്കിരീടം സമർപ്പിക്കുന്ന വേളയിൽ സുരേഷ് ഗോപി തൻ്റെ കുടുംബത്തോടൊപ്പമാണ് ലൂർദ് പള്ളിയിൽ എത്തിയിരുന്നത്. സ്വർണ്ണക്കിരീടം സമർപ്പിക്കുന്ന വേളയിൽ അത് അവിടെ കൂടി നിന്ന് ആരുടെയോ കൈതട്ടി താഴെ വീഴുന്നതും ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇത് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വളരെ മനോവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഉപരി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട്. സുരേഷ് ഗോപി അന്ന് തൃശ്ശൂരിൽ ലൂർദ് മാതാ പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീടം ചെമ്പായിരുന്നു എന്നാണ് ആ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി ചെമ്പ് കൊണ്ടൊരു കിരീടം തീർത്തു, അതിന് പുറകിൽ സ്വർണം പൂശി ഇതാണ് ലൂർദ് മാതാവിന് സമർപ്പിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടി ചില മാധ്യമങ്ങളും ചില സൈബർ സഖാക്കളും അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളും ചേർന്ന് നടത്തുന്ന ഒരു ദുരാരോപണം മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഇതിന് സുരേഷ് ഗോപി കൃത്യമായ ഒരു മറുപടി തന്നെയാണ് നൽകിയത്. എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിലെത്തി അങ്ങനെ ഒരു വഴിപാട് സമർപ്പിച്ചത്. ഞാൻ കൊടുത്ത സ്വർണത്തേക്കാൾ അധികം തൂക്കത്തിലോ അല്ലെങ്കിൽ അതിൽ കുറവായ തൂക്കത്തിലോ ഒക്കെ ആളുകൾ അവിടെ പല വഴിപാടുകളും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ എൻ്റെ ത്രാണിക്കനുസരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒരു വഴിപാട് അവിടെ ലൂർദ് മാതാവിന് സമർപ്പിച്ചത്. അതിൽ സ്വർണത്തിൻ്റെ അളവ് എത്രയുണ്ട്, ചെമ്പിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് ഇപ്പോൾ പരിശോധിക്കാൻ നടക്കുന്നവർ കരുവന്നൂർ സഹകരണ ബാങ്കിലെത്തി പാവപ്പെട്ടവൻ്റെ ചോരയും നീരും അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അവിടെ നിക്ഷേപിച്ചിരുന്നു, സ്വർണം നിക്ഷേപിച്ചിരുന്നു. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിലാണ് മിടുക്കുള്ളത്, അല്ലെങ്കിൽ അതാണ് സമൂഹത്തിന് ഗുണകരമായ കാര്യം എന്നാണ് സുരേഷ് ഗോപി എടുത്തു പറയുന്നത്. താൻ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിൽ എത്രമാത്രം സ്വർണമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജനങ്ങൾക്ക് ഇത്തരം ഒരു അന്വേഷണത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ ഉപകാരമുണ്ടാകുന്നത് കരുവന്നൂർ ബാങ്കിൽ പാവപ്പെട്ടവൻ തൻ്റെ ചോര നീരാക്കി വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം അത്രയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകരടക്കമുള്ള മന്ത്രിമാർ അടിച്ചു മാറ്റിയതിനെക്കുറിച്ച് തന്നെയാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര നടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വിശ്വാസി തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീടത്തിൽ എത്ര കണ്ട് ചെമ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്നതിലും നല്ലത് പാവപ്പെട്ടവന് ഉപകാരമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം, അത്തരത്തിലൊരു അന്വേഷണം നടക്കട്ടെ, നിങ്ങൾ കരുവന്നൂർ ബാങ്കിലേക്ക് ചെല്ലൂ എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രചരണത്തിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് ഈ സ്വർണ്ണ കിരീടത്തിൽ ചെമ്പാണ് ഉള്ളത്, ചെമ്പിന് മുകളിൽ സുരേഷ് ഗോപി സ്വർണം പൂശിയാണ് ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചത് എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചു വിടുന്നത് സുരേഷ് ഗോപിയുടെ പ്രചരണ തന്ത്രം മാത്രമാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ് എന്നുള്ളതാണ് പലരും ഇപ്പോൾ എടുത്തു പറയുന്നത്. ഇതിന് കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിലടക്കം പരക്കുമ്പോൾ ഇത് തീർച്ചയായും പള്ളി വികാരികൾ ഇതിലെ സ്വർണം എത്ര കണ്ട് ഉണ്ട് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ലാബിൽ കൊണ്ടുപോകും. അവിടെ ലാബിൽ പരിശോധിക്കപ്പെടുമ്പോൾ സുരേഷ് ഗോപി നൽകിയത് തനിത്തങ്കത്തിൻ്റെ മതിയായ അളവിലുള്ള സ്വർണ്ണക്കിരീടം തന്നെയാണെന്ന് തെളിയുകയും അങ്ങനെ സുരേഷ് ഗോപി ചെയ്തത് വളരെ ശരിയായൊരു കർമ്മം തന്നെയാണ്, ഒരിക്കലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമൂഹ മധ്യത്തിൽ തെളിയിക്കാൻ സാധിക്കും. ഇത് തൻ്റെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും, തെരഞ്ഞെടുപ്പ് രംഗത്ത് തനിക്ക് വോട്ടുകൾ നേടാൻ വേണ്ടി കൂടുതൽ സഹായകരമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു തന്ത്രമാണ് ഈ സ്വർണ്ണക്കിരീട വിവാദത്തിന് പുറകിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വിശ്വാസി 4 വോട്ടിന് വേണ്ടി ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുന്ന വിഷയം സുരേഷ് ഗോപിയുടെ സ്വർണ്ണക്കിരീട വിവാദം തന്നെയാണ്. അനാവശ്യമായ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ BJPയുടെ ആഗ്രഹമെങ്കിലും ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങളും പറയുന്നത്. സുരേഷ് ഗോപിയെ ഏത് വിധേനയും തൃശ്ശൂരിൽ തറപറ്റിക്കുക എന്നുള്ള പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും കുൽസിത തന്ത്രങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. സുരേഷ് ഗോപി ഇക്കുറി തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്ന് കണ്ട് വിറളി പൂണ്ട് നടക്കുന്ന UDFൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പിണിയാളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് BJPയുടെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണങ്ങൾ. എന്തുതന്നെയായാലും സുരേഷ് ഗോപി സമർപ്പിച്ചിരിക്കുന്ന കിരീടം ഇപ്പോൾ ലാബിൽ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുവാൻ പള്ളി ഇടവകക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് അറിയുന്നത്. ഇടവകയിലെ കോൺഗ്രസ് പ്രവർത്തകയായ ഒരു സ്ത്രീയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൽ എത്രമാത്രം സ്വർണ്ണമുണ്ട്, എത്രമാത്രം ചെമ്പുണ്ട് എന്നുള്ളത് തെളിയിക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. എന്തായാലും പള്ളി ഇടവകക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ സ്വർണ്ണ കിരീടം പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയുക. ഈ സ്വർണ്ണ കിരീടം പരിശോധനയ്ക്ക് ശേഷം എത്തുമ്പോൾ അതിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് വിവാദമാകുമോ, വെല്ലുവിളിയാകുമോ, അല്ലെങ്കിൽ ആശ്വാസമാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം, കാത്തിരിക്കാം. വീണ്ടും ഒരു മൂന്നാം ഊഴം ഇത്തവണ എങ്ങനെയായിരിക്കും? മൂന്നാം ഊഴം എന്ന് ഞാൻ എണ്ണത്തിൽ പറയില്ല. ഇത് ശരിക്കും രണ്ടാം ഊഴമാണ്. 5 വർഷമായി മണ്ഡലത്തിലുണ്ട്. 5 അല്ല, ശരിക്കും പറഞ്ഞാൽ 6 വർഷമായിട്ടുണ്ട്. ആവണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുത്ത് ആ കാലം മുതലാണ്. ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണങ്ങളുണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്, എന്താ അതിന്റെ അഭിപ്രായം? അവരുടെ വർഗീയത എന്തൊരു നീചമാണെന്ന് മനസ്സിലായില്ലേ? ആർക്കാണ് വർഗീയത എന്ന് മനസ്സിലായില്ലേ? അത്രയും മനസ്സിലാക്കിയാൽ മതി. ലൂർദ് മാതാവിനോടുള്ളൊരു വിശ്വാസം ഇത് കുടുംബപരമായ ഒരു ആചാരമാണ്. അത് എത്രയോ വിശ്വാസികൾ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഞാനും ചെയ്തു. പലരും അതിന് താഴെ ചെയ്തിട്ടുണ്ട്, അതിന് മേലെ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ ചെയ്തു. അതിൻ്റെ കണക്കെടുക്കാൻ നടക്കാതെ പോയി കരുവന്നൂരും അതുപോലെ കേരളത്തിലെ 100 കണക്കിന് ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് പാവങ്ങളുടെ ചോരയ്ക്കും ജീവനും ഉത്തരം പറയുന്ന കണക്കെടുപ്പ് പോയി നടത്ത്. അതാണ് വേണ്ടത്.